ഓരോ മലയാളിക്കും ദുരന്തങ്ങൾ വെറും വാർത്തകളല്ല, അതൊരു തീരാവേദനയാണ്. ഇന്നേക്ക് ഒരു നൂറ്റാണ്ട് മുമ്പ് നമ്മുടെ കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം കൊല്ലവർഷം 1999 സംഭവിച്ച, അതായത് 1924 ജൂലൈയിൽ സംഭവിച്ച ആ മഹാപ്രളയം, 99 വെള്ളപ്പൊക്കം. പ്രായം ചെന്നവരുടെ ഓർമ്മകളിൽ ഇന്നും ആ ദുരിതം പെയ്തിറങ്ങാറുണ്ട്. അവർക്ക് പറയാനുള്ളത് നഷ്ടപ്പെട്ട സ്വപ്നങ്ങളുടെയും ഇല്ലാതായ നാടുകളുടെയും കഥയാണ്. അന്നത്തെ തിരുവിതാംകൂർ, കൊച്ചി, മലബാർ പ്രദേശങ്ങളെ അത് എങ്ങനെ മാറ്റിമറിച്ചു. തുടർച്ചയായി 3 ആഴ്ച ഒരു നിമിഷം പോലും ഇടതടവില്ലാതെ പെയ്ത ആ മഴയായിരുന്നു ഈ ദുരന്തത്തിൻ്റെ കാരണം. ആലപ്പുഴ പൂർണ്ണമായും, എറണാകുളം ജില്ലയുടെ 4/3 ഭാഗവും ദിവസങ്ങളോളം വെള്ളത്തിനടിയിലായി. കോഴിക്കോട് പട്ടണത്തിൻ്റെ പല ഭാഗങ്ങളും പോലും മുങ്ങി എന്ന് ചരിത്രരേഖകൾ പറയുന്നു. ചിലയിടങ്ങളിൽ തെങ്ങിൻ തലപ്പോളം വെള്ളമുയർന്നു. ആയിരക്കണക്കിന് മനുഷ്യർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. കണക്കാക്കാൻ പറ്റാത്തത്ര കൃഷിയിടങ്ങൾ ഒലിച്ചുപോയി. വീടുകൾ, സ്വത്തുവകകൾ, വളർത്തുമൃഗങ്ങൾ എല്ലാം മലവെള്ളം കവർന്നെടുത്തു. ആളുകൾ വീടുകളുടെയും കെട്ടിടങ്ങളുടെയും മേൽക്കൂരകളിലും തട്ടിൻപുറങ്ങളിലും അഭയം തേടി. ഉയർന്ന പ്രദേശങ്ങൾ അഭയാർത്ഥികളെ കൊണ്ട് നിറഞ്ഞു. ഭക്ഷ്യവസ്തുക്കളും ശുദ്ധജലവും കിട്ടാതെ ജനം പട്ടിണിയിൽ വലഞ്ഞു. വെള്ളമിറങ്ങാൻ പോലും പിന്നെയും ദിവസങ്ങളെടുത്തു. അപ്പോഴേക്കും നഗരങ്ങളും ഗ്രാമങ്ങളും ചെളിയും എക്കലും അടിഞ്ഞ് രൂപം നഷ്ടപ്പെട്ട് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലായി കഴിഞ്ഞിരുന്നു. ചില ഗ്രാമങ്ങൾ അങ്ങനെ തന്നെ ഇല്ലാതായി. പ്രളയം മധ്യ കേരളത്തെ ഇത്രയധികം ആക്രമിക്കാൻ ഒരു കാരണവും ഉണ്ടായിരുന്നു: പെരിയാറിലുണ്ടായ വെള്ളപ്പൊക്കം. ആ ദിവസങ്ങളിൽ മൂന്നാർ മേഖലകളിൽ മാത്രം പെയ്തത് 485 സെൻറ്റിമീറ്റർ മഴയാണ്. സമുദ്രനിരപ്പിൽ നിന്നും 6000 അടി ഉയരത്തിലുള്ള മൂന്നാറിനെ ഈ വെള്ളപ്പൊക്കം എങ്ങനെ ബാധിച്ചുവെന്ന് പലരും അത്ഭുതപ്പെടാറുണ്ട്. ബ്രിട്ടീഷുകാർ പടുത്തുയർത്തിയ ഇംഗ്ലണ്ടിലെ നഗരമാതൃകയിൽ നിർമ്മിച്ച അവരുടെ അഭിമാനമായിരുന്നു പഴയ മൂന്നാർ പട്ടണം. ഈ പ്രളയം ആ മൂന്നാർ പട്ടണത്തെ തകർത്തെറിഞ്ഞു. പെരിയാറിൻ്റെ കൈവഴിയായ മുതിരപ്പുഴയാറ്റിലുണ്ടായ വെള്ളപ്പൊക്കമായിരുന്നു വില്ലൻ. ശക്തമായ മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിൽ പാറകളും മരങ്ങളും ഒഴുകിയെത്തി മാട്ടുപ്പെട്ടിയിൽ ഒരു നാച്ചുറൽ ഡാം പോലെ രൂപപ്പെട്ടു. മഴ കനത്തപ്പോൾ ഈ അണക്കെട്ട് തകർന്ന് ആ വെള്ളപ്പാച്ചിലിൽ ഒഴുകി വന്ന പാറകളും മരങ്ങളും മണ്ണും എല്ലാം ചേർന്ന് മൂന്നാറിനെ തുടച്ചു നീക്കി. 100-ൽ പരം ജീവനുകൾ നഷ്ടപ്പെടുത്തി. ബ്രിട്ടീഷുകാരുടെ ആ സ്വപ്ന സാമ്രാജ്യത്തെ ദിവസങ്ങൾ കൊണ്ട് പ്രകൃതി ഇല്ലാതാക്കി. ഈ പ്രളയം തകർത്തത് വെറും ഒരു പട്ടണം മാത്രമല്ല, ഒരു ചരിത്ര പാത കൂടിയാണ്. മൂന്നാറിലെ തേയില കൊച്ചി തുറമുഖത്തേക്ക് എത്തിക്കാനായി ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആലുവ മൂന്നാർ റോഡ്, അഥവാ അന്നത്തെ AM റോഡ്. അന്നത്തെ പ്രധാന ഗതാഗത മാർഗമായിരുന്നു ഈ റോഡ്. പെരിയാറിൻ്റെ തീരങ്ങളിലൂടെ പോയിരുന്ന ഈ റോഡിനെ 1924 പ്രളയം പൂർണ്ണമായി തകർത്തു. റോഡിൻ്റെ അസ്തിത്വം പോലും മാറ്റിമറിച്ചു. ഈ റോഡ് പുനർനിർമ്മിക്കുന്നത് ശ്രമകരമായതിനാൽ ബ്രിട്ടീഷുകാർ അത് ഉപേക്ഷിക്കുകയും ചെയ്തു. ഇതോടെ കേരളത്തിൻ്റെ പ്രധാന വാണിജ്യ പാതകളിലൊന്ന് ചരിത്രത്തിൻ്റെ ഭാഗമായി. പക്ഷേ മലയാളികൾ തോറ്റുകൊടുക്കാൻ തയ്യാറായില്ല. ദുരന്തം വിതച്ച നാശത്തിന് മുകളിൽ നിന്നാണ് പുതിയ നിർമ്മിതികൾ ഉയർന്നത്. പഴയ പട്ടണം ഇല്ലാതായപ്പോൾ താരതമ്യേന ഉയർന്ന പ്രദേശത്ത് ബ്രിട്ടീഷുകാർ വീണ്ടും പുതിയ രൂപത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി. അങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന പുതിയ മൂന്നാർ രൂപം കൊണ്ടത്. കാലം പിന്നീട് ഒരുപാട് മുന്നോട്ട് പോയി. പ്രകൃതിയുടെ താക്കീത് ആവർത്തിച്ചു. ഒരു നൂറ്റാണ്ടിനിപ്പുറം 2018 കേരളം സമാനമായ ഒരു മഹാപ്രളയത്തെ നേരിട്ടു. 1924 പോലെ തന്നെ 2018 ഉരുൾപൊട്ടലുകളും മണ്ണിടിച്ചിലുകളും കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ മാറ്റിമറിച്ചു. 1924 വെള്ളപ്പൊക്കം കേവലം ഒരു ചരിത്ര സംഭവമല്ല, പ്രകൃതിയുടെ ശക്തിയുടെയും മനുഷ്യനിർമ്മിതിയുടെ ദുർബലതയുടെയും ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഒരു ജനതയുടെ അതിജീവന കഥയാണ്. ഇല്ലാതായ ഒരു റോഡിൻ്റെയും തകർന്നുപോയ ഒരു പട്ടണത്തിൻ്റെയും കഥ. പ്രളയത്തെ അതിജീവിച്ച നമ്മുടെ കേരളം ഇനി വരാനിരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളെ നേരിടാൻ എത്രത്തോളം സജ്ജരാണ്? ഈ ചരിത്രം നമുക്ക് നൽകുന്ന പാഠം എന്തായിരിക്കണം?